മക്കളെ, ഇന്ന് നമുക്ക് തും ജിയോ അസോരം സാൽ സാലിക്കെ ദിൻ ഹോ 50,000 എന്ന ചാപ്റ്ററിലെ നിമ്മിയും റീനയും തമ്മിലുള്ള ബാത്ചീത്ത് നോക്കാം. നിമ്മി और റീന കെ ബീച്ച് की ബാത്ചീത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീന: അരെ നിമ്മി, കൽ ബർത്ത്ഡേ ദാന, ജന്മദിൻ മുബാറക് ഹോ. റീന പറയാണ്, അരെ നിമ്മി, ഇന്നലെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, ജന്മദിൻ മുബാറക് എന്ന് പറയുന്നു. നിമ്മി: ധന്യവാദ് റീന, നന്ദി റീന, മുझे एक ഖാസ് തോഫ മിലാദ, എനിക്ക് ഒരു പ്രത്യേക സമ്മാനം ലഭിച്ചിട്ടുണ്ട്. റീന: ഓ വ ക്യാദാ, ഓ അതെന്തായിരുന്നു. നിമ്മി: വിനോദ് അങ്കിളിനെ മുझे एक ബർത്ത്ഡേ കാർഡ് ദിയാദാ, വിനോദ് അങ്കിൾ എനിക്ക് ഒരു ബർത്ത്ഡേ കാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. ഉസ്മേ മിർസ ഗാലിബ് കാ ഏക്ക് ഷേർ ദാ, അതിലെ മിർസ ഗാലിബിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു. റീന: ഗാലിബ് കാ ഷേർ, ഗാലിബിൻ്റെ കവിതയോ, ഈരടികളാണ് കേട്ടോ, ഈരടികൾ, അർത്ഥവത്തായിട്ടുള്ള ഈരടികൾ. ഏ ക്യാ ചീസ് ഹോത്തി ഹേ, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് റീന. നിമ്മി: ഗാലിബ് നെഹി ഗാലിബ്, വേ ഉർദു കെ മഹാൻ ഷായർ ദേ, അദ്ദേഹം ഗാലിബ് എന്ന് പറയുന്നത് ഉറുദുവിലെ മഹാനായ കവിയാണ്. ഷായർ കവി, ഷായർ ദേ. ഉൻകി കവിത മേം ദോ ലൈൻസ് ഹോത്തി ഹേ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ദോ ലൈൻസ്, ഈ 2 വരികളാണ് ഉണ്ടാവുക. ഏ ദോ പങ്ക്തിയാ ഹി ഷേർ കലാത്തി ഹേ, ഈ 2 വരികളെയാണ് ഷേർ എന്ന് പറയുന്നത്. റീന: തോ ഐസാ ഹേ ഗാലിബ് കാ ഷേർ ക്യാ ഹേ, അങ്ങനെയാണോ, എങ്കിൽ ഗാലിബിൻ്റെ ആ ഈരടികൾ അത് എന്താണെന്ന് ചോദിക്കുകയാണ്. നിമ്മി പറയാണ്, അത് എങ്ങനെയാണ്. തും ജിയോ അസാരവും സാൽ സാലിക്കെ ദിൻഹോ 50,000, അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് നിമ്മി പറയുന്നു. റീന: ഇസ്കാ മത്ലബ്, ഇതിൻ്റെ അർത്ഥം, അസാരോ സാൽ കോൻ ജീത്താ ഹേ, ആയിരക്കണക്കിന് വർഷങ്ങൾ ആര് ജീവിക്കാനാണ്. നിമ്മി: മേംബി യഹ് പഠിക്കർ ഉൽജൽ മേ പഠീതി, ഞാനും അത് വായിച്ചിട്ട് ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്നു. ഫിർ നാനാനെ മുജ ഇസ്കാ മത്ലബ് ബതായാദ, പിന്നീട് മുത്തച്ഛനാണ് എനിക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നത്. റീന: അരെ ഇസ്കാ മത്ലബ് ക്യാ ഹേ, എന്താണ് അതിൻ്റെ അർത്ഥം. സരാ ബതാവോ തോ, ഒന്ന് പറയുകയാണെങ്കിൽ. निम्मी: बताती हूँ, इसका मतलब यह है कि हम ऐसा काम करें कि दुनिया हमको हमेशा याद में रखे. ബദാത്തി ഹും, പറയാം. ഇസ്കാ മത്ലബ് ഹേ കി, ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഹം ഐസാ കാം കരേം കി, നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യണം. ദുനിയാ ഹംകോ ഹമേശാ യാദ് മേ രഹേ, ലോകം നമ്മെ എന്നും ഓർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ജൈസെ മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി ജൈസെ മഹാൻ ആജ് സിന്ദാ നഹി ഹേ, അതായത് ആരെ പോലെയൊക്കെ, മദർ തെരേസയെ പോലെ, അമീർ ഖുസ്രോയെ പോലെ, ഗാന്ധിജിയെ പോലെ, ഈ മഹത്തായ ആളുകളൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പർ ഉനേം ആജ് ബി ദുനിയ യാദ് കർത്തി ഹേ, പക്ഷേ ഇവരെ ഇന്നും ലോകം ഓർക്കുന്നു. റീന: യഹ് തോ ബഡിയാ ബാത്ത് ഹേ, നിമ്മി തുമേം ആർ കോയി ഷേർ മാലൂം ഹേ. അപ്പം റീന: യഹ് തോ ബഡിയാ ബാത്ത് ഹേ, ഇതൊരു മഹത്തായ കാര്യം തന്നെയാണ്. നിമ്മി തുമേം ആർ കോയി ഷേർ മാലൂം ഹേ, നിനക്ക് വേറെ ഏതെങ്കിലും ഈ ഷേർ ഈരടികൾ അറിയാമോ എന്ന് റീന ചോദിക്കുകയാണ്. നിമ്മി: നെഹീം നാനാനെ കഹാ ഫിർ ബതായെങ്കെ, ഇല്ല, മുത്തച്ഛൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു തരാമെന്ന്. റീന: ടീക്ക് ഹേ. നിമ്മി: ഗണ്ടി ബജിയ, ശരി നിമ്മി, ബെല്ലടിച്ചു. കക്ഷാമേ ജായം, ക്ലാസ്സിൽ പോകാം. നിമ്മി: അച്ഛ ചലേം, ശരി പോകാം. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് നിമ്മി റീനയും തമ്മിലുള്ള ബാത്ചീത്താണ്. ഇത് കുറച്ച് അധികമുണ്ട്. ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനുള്ളതും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എക്സാമിന് ബാത്ചീത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു 5-6 സെൻറ്റൻസ് വരെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ 6 എഴുതിയാൽ മതി. 2, 4, 6 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെറിയ സെൻറ്റൻസ് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ.